മഹാമനസ്കനായ മഹാബലിയുടെ ഭരണകാലത്തെ പ്രകീർത്തിക്കുന്ന ദിനങ്ങൾ. മലയാളികൾ മതവും ജാതിയും മറന്ന് ഒന്നായി മാറി മതിമറന്ന് ആഘോഷിക്കുന്ന മലയാളിയുടെ സ്വന്തം തിരുവോണം. മഹാബലി, അങ്ങനെക്ക് വാക്ക് തന്നതാണ് എനിക്കിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള 3 അടി മണ്ണ് നൽകാമെന്ന്. എന്റെ ആദ്യ ചൂടുകൊണ്ട് സ്വർഗവും രണ്ടാമത്തെ ചൂടുകൊണ്ട് ഭൂമിയും നരകവും ഞാൻ അളന്നു കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ അടുത്ത ചൂടുകൊണ്ട് എവിടമാണ് അളന്നെടുക്കേണ്ടത്? ഇത് മഹാബലിയുടെ വാക്കാണ്. വാക്കു പറഞ്ഞാൽ അതിൽ നിന്നും പിന്മാറുന്നവനല്ല. അങ്ങടുത്ത പാദം എന്റെ ശിരസിൽ വെച്ചുകൊള്ളൂ. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എന്റെ പ്രജകളെ കാണുവാനുള്ള അനുവാദം അങ്ങ് വർഷത്തിൽ 1 തവണ എനിക്കായി നൽകണം. തഥാസ്തു, അങ്ങനെയാവട്ടെ. പക്ഷേ മഹാബലി, അങ്ങ് ഭരിച്ചിരുന്ന നാട് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന കേരളം. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിത്തിൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലകരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെയൊരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളം ഉണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. അതിക്രൂരവും പൈശാചികവുമായ ഒരു കൊലപാതകത്തിനാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഒരു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന വനിതാ ഡോക്ടർ ഒരു മദ്യപാനിയുടെ കത്തിമുനയിൽ എരിഞ്ഞിടങ്ങുന്ന കാഴ്ചയ്ക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. രാവിരുട്ടി വെളുത്തപ്പോൾ ഒരു നാടൊന്നാകെ ഇല്ലാതായി മാറുന്നു. മുണ്ടക്കൈ എന്ന ഗ്രാമം ഇന്നില്ല. ഒരുപാട് ജീവൻ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നു. മരിച്ചവരുടെ കണക്ക് പോലും നമുക്ക് വ്യക്തമല്ല. സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും പട്ടാളവും പോലീസും ഒരുമിച്ച് ചേർന്ന് ഒരു നാടിനെ തിരിച്ചു പിടിക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ്. ഉയിരായി മാറവേ നിഴൽ ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കാം. എത്രയൊക്കെ പ്രളയങ്ങളോ മഹാമാരികളോ ഉണ്ടായാലും മലയാളികൾ അതിനെ അതിജീവിച്ച് മാവേലി നാടിനായി വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. നന്ദി. മാവേലിക്കൊപ്പം മീഡിയ ചാനലിന് വേണ്ടി ക്രിസ് പുഴവൂർ.